പൂത്തുലഞ്ഞ പൂമരത്തിന്റെ വീട്ടുമുറ്റത്ത് മുഖാമുഖം പരിപാടി നടത്തി. ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയം 6ാം ഘട്ടം പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി നടന്നത്. പൂത്തുലഞ്ഞ പൂമരത്തിന്റെ വീട്ടുമുറ്റത്ത് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ 6ാം ഘട്ട പരിപാടിയുടെ ഭാഗമായായിരുന്നു പരിപാടി. മുൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് എം കുഞ്ഞമ്പു പൊതുവാളിന്റെ വീട്ടുമുറ്റത്ത് കുട്ടികൾ തയ്യാറാക്കിയ വായനാക്കുറിപ്പും വായിച്ച് കുട്ടികളുമായി കഥ പറഞ്ഞുകൊടുത്തും കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞും ഏറെ വ്യത്യസ്തമായിരുന്നു മുഖാമുഖം പരിപാടി. അവിടെയുള്ള പുസ്തകങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ആഴ്ചപ്പതിപ്പ്, മാസികകൾ എത്രണ്ണം ഉള്ളത് അവിടെ? ദേശാഭിമാനിയും മാതൃഭൂമിയും മനോരമയും മാത്രമല്ല അവിടെയുള്ളത്. ഒരുപടി വാരികകളുണ്ട്, ദ്വൈവാരികകളുണ്ട്, മാസികകളുണ്ട്. ഇതൊക്കെ അവിടെ രണ്ടാമതും അടിച്ചിട്ട് വരണമെങ്കിൽ ആദ്യത്തത് ചെലവാകാതെ അവർ രണ്ടാമത്തത് അടിക്കുമോ? നഷ്ടം വന്നാൽ. അപ്പം അതൊക്കെ വീണ്ടും വീണ്ടും അടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വായിക്കുന്നുണ്ട്. അതെല്ലാം ആൾക്കാരാരോ, നിങ്ങളല്ല, ഞാനല്ല, വേറൊരാളായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ വായനയിൽ അങ്ങനെ കുറവ് വന്നു എന്ന് പറയാൻ പറ്റില്ല. പഴയ കാലത്തെ വായന പറഞ്ഞു. ഞങ്ങൾ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, 10ാം ക്ലാസ് വരെയും ഞാൻ ലൈബ്രറി പുസ്തകം വായിച്ചിട്ടില്ല, സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് അന്നും ഏകദേശം എൻ്റെ ക്ലാസ്സിൽപ്പെട്ടവരല്ല, അപ്പോട്ടമക്കിനെ പോലുള്ള കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തിയാൽ ഞങ്ങളെല്ലാവരും ഒരേ കൂട്ടത്തിൽ തന്നെയാണ് വായിക്കാത്തത്. അപ്പോൾ അന്നും വായന കുറവ് തന്നെയായിരുന്നു. പക്ഷെ അന്ന് വായിക്കാനുള്ള അവസരങ്ങൾ കുറവായിരുന്നു. ഇന്ന് വായിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. മുറ്റത്ത് ലൈബ്രറി, പൊതു റോഡിൻ്റെ വക്കിലും ലൈബ്രറി. അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പുതിയൊരു അവിടെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ഒരു ക്ലബ്ബ്, വായന ഇടം എന്ന് പറഞ്ഞിട്ട് പുസ്തകം വെച്ചിട്ട് ഒരു കൂടും. ആരും സമ്മതം വേണ്ട, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എടുക്കാം, വായിക്കാം, അവിടെ വെക്കാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടിട്ട് വായിച്ചിട്ട് പിന്നെ അവിടെ വെക്കാം. ചടങ്ങിൽ വി ഗോപി സ്വാഗതവും ബാലവേദി പ്രസിഡന്റ് എം ദേവനന്ദ അധ്യക്ഷതയും വഹിച്ചു. മുൻ സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ സംസാരിച്ചു. എ കെ ആൽബർട്ട്, വി ഉഷ, ലൈബ്രറിയന്മാരായ കെ സുനിത, കെ വി പുഷ്പ, വായനശാല വൈസ് പ്രസിഡന്റ് എൻ ഗീത എന്നിവർ വായനാ വെളിച്ചം പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.